ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷാൻ ആൻഡ് സ്പൈസസ്. ഇന്ന് നമ്മൾ ഓണത്തിന്റെ അടുത്ത വിഭവമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്ന് ചേനയും പംകിനും വെച്ച് എങ്ങനെ ഈസി ആയിട്ട് ഒരു റെസിപ്പി നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. എത്ര ഈസി ആയിട്ടാണ് നമുക്ക് ഓരോ വിഭവവും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ പോയി കാണാം. നമ്മളുടെ എരിശ്ശേരി ചെയ്യാനായിട്ട് ഇതുപോലെ സ്വീറ്റ് പംകിനും ചേനയും ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചേന ഒന്ന് വെന്ത് കിട്ടുന്ന താമസം മാത്രം, ബാക്കിയൊക്കെ പെട്ടെന്ന് റെഡിയാവും. ഞാൻ പംകിൻ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. സോ ആ ചേനയുടെ കുത്തൊന്നും അറിയാതിരിക്കാൻ കരുതിയിട്ട് ഇപ്പോൾ അരയ്ക്കാനുള്ള ചേരുവകളായിട്ട് 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, ഇത് ഇത്രയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഒന്ന് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. അരച്ച് വെച്ചിട്ടുള്ള ചേരുവ നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് എരിശ്ശേരിക്കും, ബാക്കി പകുതി നമുക്ക് പുളിശ്ശേരിക്കും കരുതിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. പുളിശ്ശേരിക്ക് യൂസ് ചെയ്യണത് അല്പം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കണം. ഇപ്പോൾ നമുക്ക് എരിശ്ശേരി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലല്പം കടുകിട്ട് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് താളിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ ഒന്നിട്ടിട്ടുണ്ട്. ഇപ്പോഴേ നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള പംകിനും ചേനയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് ഇതിനൊന്ന് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. ചിലർ ഇതിനെ മിക്സിയിൽ ഇട്ടൊന്ന് ഒരു അടി അടിച്ചിട്ട് ചേർക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ചേനയും ആ പംകിനും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ളത് കാരണം ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടതൊന്ന് ഉടഞ്ഞ് കിട്ടും. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഉപ്പ് ചേർത്താലും മതിയാവും. ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി അരച്ച് വെച്ചിട്ടുള്ള ആ ചേരുവ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒരുവിധം ഒന്ന് ചതച്ച് വെച്ചിരുന്നാൽ മതി. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ തേങ്ങയുടെയൊക്കെ ഒന്ന് പച്ച മണം ഒന്ന് മാറുന്നത് വരെ മാത്രം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എരിശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അവിയൽ പോലെ ഈ ചേർത്തിട്ടുള്ള ചേരുവ എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കരുത്. നന്നായിട്ട് ഇതിനോടൊന്ന് യോജിക്കണം. നമ്മൾ ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് അതൊന്ന് സെപ്പറേറ്റ് ആയിരിക്കും. സോ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ കരുതിയിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് നമുക്ക് അല്പം വെള്ളം വേണമെങ്കിൽ അല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊന്നും അടി പിടിച്ച് പോവാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ലോ കുക്ക് ചെയ്താലും ഓക്കെയാണ്. ഞാൻ ഈ ടൈമിൽ ഇവിടെ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അല്പം മുളക് പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകിന് അത്ര എരിയില്ലാത്തത് കാരണം ഞാൻ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പച്ചമുളക് നമ്മൾ 2 മുളകല്ല അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എരിവ് അല്പം കുറവെന്ന് തോന്നിയത് കാരണം ഞാൻ അല്പം മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്.
വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെതങ്ങ് ഒരുപാട് ഡ്രൈ ആയത് കാരണം ഞാൻ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനത്തതാണ് എരിശ്ശേരിയുടെ മെയിൻ ടിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കോക്കനട്ട് ഓയിലിൽ തന്നെ നമ്മൾ അല്പം കോക്കനട്ട് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അതാണ് എരിശ്ശേരിയുടെ ആ ഫ്ലേവർ തരണത് തന്നെ. നന്നായിട്ടൊന്നിങ്ങനെ കുഴഞ്ഞ് വരുന്ന സ്റ്റേജിൽ നമുക്ക് കോക്കനട്ട് ഓയിലിൽ കുറച്ച് കോക്കനട്ട് ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോക്കനട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങ എണ്ണയിൽ ഫ്രൈ ചെയ്യണതായിരിക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. സോ ഇവിടെ നമ്മുടെ എരിശ്ശേരി റെഡിയായി. ഇനി നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എരിശ്ശേരിക്ക് അരച്ച് വെച്ചിട്ടുള്ള ബാക്കി തേങ്ങയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട ചേരുവ നമ്മൾ പകുതിയോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത് പുളിശ്ശേരി ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ പുളിശ്ശേരി ചെയ്യാനായിട്ട് വീണ്ടും ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലല്പം ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും അവസാനം പൊട്ടിക്കണില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആദ്യമേ താളിക്കാനുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ടാണ് ഞാൻ പുളിശ്ശേരി ചെയ്യണത്. സെപ്പറേറ്റ് ആയിട്ട് കടുക് താളിച്ചൊഴിക്കണില്ല. ഇല്ല എന്നുള്ളവർ കടുക് താളിച്ചൊഴിക്കുന്നത് ഏറ്റവും അവസാനം വേണമെങ്കിലും ചെയ്യാം. ഇവിടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിന് 2 വറ്റൽമുളക് ചേർക്കണുണ്ട്. ഇതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, ജീരകം, ആ ചേരുവ ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇതെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോവും.
നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും ഒരു കട്ട തൈര് നമുക്ക് നന്നായിട്ട് ഒന്നീ മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ അങ്ങനെ എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു കപ്പ് നല്ല കട്ട തൈരൊന്ന് ചേർത്ത് കൊടുക്കാം. സെയിം റെസിപ്പിയിൽ നമുക്ക് വെള്ളരിക്ക ഇട്ട് ചെയ്യാം. എന്നാൽ വെള്ളരിക്ക പുളിശ്ശേരിയാവും. ഇല്ല വേറെ എന്തെങ്കിലും വെജിറ്റബിൾ വേണമെങ്കിൽ ഇപ്പോൾ വെണ്ടയ്ക്ക ഇട്ട് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് തക്കാളിക്ക ഇട്ട് ചെയ്യും. നമ്മളിവിടെ അതൊന്നുമില്ല, പ്ലെയിനായിട്ട് വെറും ഒരു പുളിശ്ശേരിയാണ് ഉപയോഗിക്കുന്നത്. സോ നല്ല കട്ട തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റവ് ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും തൈര് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങ് തിളയ്ക്കാൻ വിടരുത്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തൈരിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങ് മാറിപ്പോവും. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണുണ്ട്. അല്പം എരിവ് കുറവായത് കാരണം ഞാൻ അല്പം കൂടെ ഒന്ന് ഒരു പിഞ്ച് മുളക് പൊടിയൊന്നും ഇവിടെ ചേർത്ത് കൊടുക്കണുണ്ട്. പച്ചമുളകിന് അത്ര എരിയില്ലാത്തത് കാരണമാണ് ഞാനിവിടെ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടി വന്നത്. ഇല്ല നിങ്ങൾ നല്ല എരിവുള്ള പച്ചമുളകാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ മുളക് പൊടി ആഡ് ചെയ്തത് കാരണം വീണ്ടും സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണുണ്ട്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പൊ എല്ലാവർക്കും എരിശ്ശേരിയും പുളിശ്ശേരിയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എത്ര പെട്ടെന്നാണ് നമുക്ക് ആ എരിശ്ശേരിയും പുളിശ്ശേരിയും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ ഇഷാൻ ആൻഡ് സ്പൈസസ്.